ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ഷോപ്പിംഗ് വ്ളോഗ് തന്നെയാണ്. നമ്മുടെ വെഡ്ഡിങ് റിലേറ്റഡ് ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ മുന്നേ ഞാനൊരു ഗോൾഡ് പർച്ചേസിങ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സാണ് എടുക്കാനായിട്ട് പോയത്. ഇത് ആക്ച്വലി സെബേറിൻ്റെ വീട്ടിൽ കല്യാണത്തിന് വേണ്ടിയിട്ടാട്ടോ, സെബേറിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഉള്ള ഡ്രസ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കല്യാൺ സിൽക്സിൽ തന്നെയാണ് പോകാറുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ വേറെ കട നോക്കാറുള്ളൂ. മിക്കപ്പോഴും കിട്ടാറാണ് പതിവ്. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഓൾറെഡി അമ്മയും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഓൾറെഡി സാരിയൊക്കെ ഇഷ്ടപ്പെട്ടത് മാറ്റി വെച്ച് ഏകദേശം അവരുടേതൊക്കെ സെറ്റായിട്ടോ. നമുക്ക് അധികം സമയമില്ല. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് പർച്ചേസിങ്ങും ഡ്രസ്സിൻ്റെത് ഫുള്ള് തീർക്കണം. അപ്പം നമുക്കുള്ളതും സേറേൻ്റെതും അതേപോലെ ആണുങ്ങളുടേതും എല്ലാം നമ്മൾ ഇന്ന് എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ നേരെ പോയിട്ട് എൻ്റെ ചേച്ചിയൊക്കെ എടുത്തത് എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. അപ്പം അത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ളത് നോക്കുകയാണ്. ഓൾറെഡി എനിക്കങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ് വേണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വെഡ്ഡിങ് സാരിയും പിന്നെ എൻ്റെ അടുത്തുള്ള 1-2 സാരിയൊക്കെ അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഡാർക്ക് ഷെയ്ഡും പിന്നെ ഈ ബോർഡറിൽ വേറെ കളർ വരുന്ന ഇപ്പോൾ കാണുന്ന ഇങ്ങനത്തെ ഒരു മോഡലൊക്കെയാണ് ഞാൻ വിചാരിച്ച് പോയത്. അപ്പോൾ അതേപോലത്തെ ഒരു സാരിയാണ് ഞാൻ ലാസ്റ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അവിടുത്തെ ചേച്ചിമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ എല്ലാം എടുത്ത് കാണിച്ച് അങ്ങനെ മടിയൊന്നുമില്ല. ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കാനൊന്നും അവർക്കിത് ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സാരികളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി. പിന്നെ കളറ് എനിക്കിഷ്ടമാവാത്തത് ഞാൻ ഓൾറെഡി തുറക്കണ്ട, ഓപ്പൺ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സാരികൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് ഞാൻ റെഫറൻസ് പിക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാരികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു യെല്ലോ ആൻഡ് റെഡ്, ഇത് ബ്രൈറ്റ് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഒരു മെറ്റീരിയൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ കളർ എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് കളറ്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അതുകൊണ്ടൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കളർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഷെയ്ഡ് മതി, ഇങ്ങനത്തിൽ തന്നെ വേറെ വെറൈറ്റി എന്തെങ്കിലും ഡിസൈൻസൊക്കെ വരുന്നത് നോക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഓൾറെഡി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് സാരികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഗ്രീൻ ബോർഡർ വരുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കൂട്ടത്തിൽ ഇത് വെച്ച് രണ്ടും കൂടെ വെച്ചപ്പം എല്ലാവരും പറഞ്ഞു റെഡാണ് കുറച്ചും കൂടെ എനിക്ക് സൂട്ടാവുന്നതെന്ന്. അപ്പം നമ്മൾ ഗ്രീന് മാറ്റി എന്നിട്ട് റെഡ് തന്നെ ഉറപ്പിക്കാം എന്ന് വെച്ചു. അപ്പോഴേക്കും ചേച്ചി ഈ ഒരു സാരി കൊണ്ടുവന്നു. ഇതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ എനിക്ക് ഒന്നും കൂടെ ചേരുന്നത് കുറച്ച് ആ ഒരു ബ്രൈറ്റ് കളറാണെന്ന് തോന്നി. സേറ അതിൻ്റെ നടുവിലൂടെ വന്നിട്ട് ഇത് കൊള്ളാം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഈ ഒരു സെയിം ഷെയ്ഡ് വരുന്ന എന്തെങ്കിലും വെറൈറ്റി വേറെ കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഞാൻ നോക്കിയപ്പം എനിക്കിത് ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു മറ്റേനെക്കാട്ടിലും രസം ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് നല്ലൊരു റിച്ച് ലുക്കും ഉണ്ട്. എനിക്ക് സ്യൂട്ടായിട്ട് മറ്റതിനെക്കാട്ടിലും കുറച്ചും കൂടെ എനിക്കിത് സ്യൂട്ടായ പോലെ തോന്നി. അപ്പോൾ ഞാൻ എടുത്ത സാരി ഇത് തന്നെയാണ് കേട്ടോ. ക്യാമറയിൽ കാണുന്ന ഏകദേശം കളർ തന്നെയാണ്. നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ആൻഡ് ഒരു ഡാർക്ക് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് നല്ലൊരു റെഡ് ഈ ഒരു ബ്ലൗസാണ് വരുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സാരി എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കോമ്പിനേഷനാണ്. പൊതുവെ എനിക്ക് എൻ്റെ കയ്യിലുള്ള എല്ലാ സാരിയും ബോർഡർലെസ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ ട്രെൻഡ് അങ്ങനെ ആയിരുന്നല്ലോ, ബോർഡർ ഇല്ലാത്ത സാരി. അപ്പോൾ അതാണ് എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത്. ഇങ്ങനത്തെ സാരി എൻ്റെ കയ്യിൽ കുറവാണ്. പിന്നെ ഞാൻ സാരി യൂസ് ചെയ്യാത്ത ഒരാളാണ്. പിന്നെ ഇങ്ങനത്തെ ഫങ്ഷനൊക്കെ വരുമ്പോഴാണ് നമ്മൾ നല്ല സാരികളൊക്കെ വാങ്ങുന്നത്. പിന്നെ എനിക്ക് ഈ കാണുന്ന സാരിയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവരും പറഞ്ഞു മറ്റതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ല രസം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു സാരി ഫൈനലാക്കി. പിന്നെ ഇതിൻ്റെ നടുവിലൂടെ അമ്മയ്ക്കുള്ള സാരി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാരികളാണ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സാരി ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ എനിക്ക് ഈ ഒരു ബ്ലാക്ക് സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് പിന്നെ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ്. അത് എങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കുമല്ലോ.
അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ, ജസ്റ്റ് നോക്കി അത്രയേ ഉള്ളൂ. പിന്നെ അമ്മയുടെ സാരി എന്താണ് ഓരോന്നിങ്ങനെ എടുത്ത് പിന്നെ വെച്ചൊക്കെ നോക്കി. അതിന് സമയം കൊണ്ട് സേറ ഇത് ഇവിടെ ഭയങ്കര കളിയിലാണ്. പിന്നെ ഇതൊന്നും ഞാൻ വലിച്ചിട്ട സാരിയല്ല കേട്ടോ, ഇതൊക്കെ ഓൾറെഡി ആൾക്കാർ നോക്കിയിട്ട് അങ്ങനെ അവിടെ കൂട്ടിയിട്ട സാരിയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്നും കൂടി ഇങ്ങനെ നോക്കി ഓരോന്ന്. ആ ടൈം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാരികളൊക്കെ നമ്മൾ ഏകദേശം എടുത്തു. പിന്നെ ഈ ഒരു പിങ്ക് സാരി ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വെഡ്ഡിങ് സാരിയാണ് ഓർമ്മ വന്നത്. പക്ഷേ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊന്നും സെയിം അല്ല. പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ എൻ്റെ വെഡ്ഡിങ് സാരി. പിന്നെ അത് നമ്മൾ ചെണ്ട് കെട്ടാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു സെറ്റ് മുണ്ട് വേണമായിരുന്നു, അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞാനിതാ കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടു. വന്നപ്പോൾ തൊട്ട് നിന്നിട്ടുള്ള സാരി പർച്ചേസ് അല്ലേ, അപ്പോൾ കുറച്ച് സമയം ഞാൻ റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ ജെൻസിൻ്റെ ഫ്ലോറിലേക്ക് പോയിട്ടോ, അത് ഇതിൻ്റെ മേളിലാണ്. പിന്നെ നമ്മുടെ സാരിക്ക് മാച്ചായിട്ടുള്ള കിട്ടുമെങ്കിൽ അങ്ങനെ ബാക്കിയുള്ളവർക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ സെബേഡിന് എൻഗേജ്മെൻറ്റിന് ഇടാൻ, പക്ഷേ ഇതല്ല കേട്ടോ എടുത്തത്. ഓരോന്നിങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ജെൻസിൻ്റെ അതിലും അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് കളർ ചേഞ്ചസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നമ്മൾ മെനക്കെട്ട് നോക്കിയാൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഉള്ളതൊക്കെ കിട്ടും. പിന്നെ എൻഗേജ്മെൻറ്റിന് ഇവർ മുണ്ടാണ്, ഷർട്ടും മുണ്ടുമാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മുണ്ട് തപ്പലാണ് അടുത്തത്. അപ്പോഴേക്കും ഏകദേശം ഒരു 2 മണി സമയമൊക്കെ ആയപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു തുടങ്ങി. സേറയ്ക്ക് വിശന്നു. സേറയ്ക്ക് കെട്ടിക്കൊടുത്ത മുടി ഫുൾ അവൾ അഴിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് കഴിച്ചു. അപ്പോഴേക്കും ഒരു സമാധാനമായി, കാരണം നല്ല ചൂടും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടോ കല്യാണിൽ. ഫൈനലി നമ്മുടെ പർച്ചേസൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മുടെ സാരിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ആക്സസറീസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ താഴെ വന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കല്യാണ പർച്ചേസ് തീർന്നു. എല്ലാവർക്കുള്ള ഡ്രസ്സ് നമ്മൾ ഇന്നലെ എടുത്തു. പക്ഷേ സേറയ്ക്ക് മാത്രം നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. കല്യാണത്തിൽ എനിക്ക് അതിന് മാത്രം കിഡ്സിൻ്റെ സെലക്ഷൻ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേറയ്ക്ക് മാത്രം ഡ്രസ്സ് എടുത്തില്ല. ബാക്കി എല്ലാവർക്കുള്ള എൻഗേജ്മെൻറ്റും വെഡ്ഡിങ്ങിനുള്ള ഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് എടുത്തു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ വന്നതാണ്, നമ്മളൊരു 11:30 വന്നിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മുടെ എല്ലാം പർച്ചേസ് ചെയ്തിട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.